ഹലോ ഹായ്, വെൽക്കം ടു നെയിംസ് മാജിക് ബുക്ക്. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ചെന്നൈയിലെ കോവളം ബീച്ചിലാണ്. ഞങ്ങൾ കുറച്ച് മീൻ മേടിക്കാൻ വന്നതാണ്. ബക്കറ്റൊക്കെയാണ് ആയിട്ടാണ് മീൻ മേടിക്കാൻ വന്നിരിക്കുന്നത്. വള്ളത്തുനിന്ന് നേരിട്ട് നല്ല പെടക്കണ മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ കൂടെ എന്റെ ഒരു ഫ്രണ്ട് നിശാന്ത് ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ നിശാന്തിന്റെ വൈഫും ഉണ്ട്. கம்மியா இருந்துச்சுன்னா நீங்க சும்மாவே எடுத்துங்க. நீங்க எடுத்து வேற போட்டு പെണ്ണോട് പെടക്കുന്ന ശ്വാസം വലിക്കുന്നത് എടക്കല്ല് ഇങ്ങനെ വെച്ചിട്ട് അത് തന്നെയല്ലേ. மீன் என்னன்னா கொடுவா இருக்கு, சங்கரா இருக்கு, கோழியோபால இருக்கு. பெரிய சங்கரா, ഇത് കിളിമീൻ അല്ലേ? ഇത് വെള്ളം വലിച്ചു കയറ്റുന്നുണ്ടോടാ? കണവയല്ലത്? ഇത്രയും വലുത് കഴിച്ചിട്ടില്ല. $500 പറയുന്നത്. ഡാമേജ് ഇല്ല, ഇതിനെ ഇല്ല, ഇതിനെ പോവാതെ. ഓക്കെ, மட்டும்தான் போகும். 600 ரூபாய், 500, 1500 இது எடுத்துங்க, அதையும் போட்டுறேன். இது ஃபைனல் பண்ணுங்க. 500 தானே இது வாங்குறவர். சும்மா நீ இவர் எதுக்கு நாங்கள் விற்பனை வச்சுக்கிறது அங்கே வந்து திட்டுவார். இவர் எக்ஸ்போர்ட் பண்ணுறவர், அவரே வந்து 500 ரூபாய் கொடுப்பாரு. நான் உங்களுக்கோசம் நீங்கள் கேட்குறீங்கன்னு சொல்லி தான் 500 ரூபா தரோம். ഇത് എക്സ്പോർട്ട് ക്വാളിറ്റിയാ. 500 രൂപ കുറയത്തില്ലെന്ന് പറഞ്ഞു. 450 രൂപയ്ക്ക് തരാന്ന് പറയുന്നു. ഇത് ഞങ്ങള് 450 രൂപയ്ക്ക് ചോദിച്ചോണ്ടിരിക്കുക, തരാന്ന് പറഞ്ഞു. ഇത് എക്സ്പോർട്ട് ക്വാളിറ്റിയാന്ന് പറയണത്. ഫ്രഷ് ആണ്. നമ്മളിപ്പോ കുറച്ച് വില പേശിക്കൊണ്ടിരിക്കുക. എടുത്തത് മേടിച്ചാ? മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ വില പേശ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിശാന്താണ് സ്മാർട്ടായിട്ട് വില പേശുന്നത്. ഏട്ടൻ ചുമ്മാ ചിരിച്ച് കൂടെ കൂടിയിട്ട് അങ്ങനെ നിശാന്ത് വില പേശി മീൻ മേടിച്ചു തന്നിരിക്കുകയാണ്. അവര് പറയാണ് ഒത്തിരി കുറയ്ക്കാൻ പറ്റില്ല, ഇന്ന് മീൻ കിട്ടിയത് കുറച്ചായിരുന്നു. നന്നായിട്ട് ഒത്തിരി മീൻ കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറച്ച് തന്നേനാണ്. ഇവിടെ ഇവിടെ എടുത്തോളാം. ഫൈനൽ റേറ്റ് എത്രയായിട്ടാ? ഫൈനൽ റേറ്റ് 850. 3 മീനാ? 4 മീൻ. കാണിച്ച് മേടിച്ച് കണവ കാണിച്ച്. എന്നാ അത് ക്ലീൻ ചെയ്യട്ടെ. ഇല്ല, എത്ര കണവയ്ക്ക് എത്രയാ പറഞ്ഞേ? വണ്ടി പോയി എടുത്തിട്ടുണ്ടോ? വണ്ടി പോയി എടുത്തിട്ടുണ്ടോ? ഇപ്പൊ എടുത്തിട്ട് വരാം. വീഡിയോ എടുത്തോണ്ട് 4 மணிக்கு போவோம். 4 மணிக்கு போவோம். வலை எடுத்துட்டு வர்றதுக்கு 7-8 ஆயிடும். சரி சரி, 7 மணி ஆகும். வலை உடனே கடிச்சா 7 ஆகும். இல்லைன்னா 8 மணி ஆகும். சரி, எவ்வளவு தூரம் உள்ள போவீங்க? 5 கிலோமீட்டர். ரொம்ப 5 கிலோமீட்டரும் போவோம், 20 கிலோமீட்டரும் போவோம். எங்க மீன் இந்த படகுலயே 20 கிலோமீட்டர்லாம் போவீங்களா? ஆனால் அது பெரிய போட்டு தான் உள்ள எல்லாம் போவாங்க. ஒரு 4 மணி நேரத்துல திரும்ப வருவீங்களா? ஒரு டைம் ஈவினிங் போனால் காலையில். ஓகேயா? எத்தனை பேர் போவீங்க? மேக்சிமம் 4 பேர். 4 பேர். இது வலையில அப்படி போட்டுட்டு அப்படி வெயிட் பண்ணிட்டே இருப்பீங்களா? சரி சரி. தெரிய வந்துருமா உங்களுக்கு? என்ன ஒரு இடத்துக்கு வந்துருச்சுன்னா இல்லை ஒரு ஜிபிஎஸ் தான். மொபைல்ல ஜிபிஎஸ் அது வலை இன்னைக்கு போட்டோமா நாளைக்கு போய் அந்த ഓ அப்படியே போட்டுட்டு நீங்க வருவீங்க. ഒരു തിരണ്ടീനെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 വേറെ മീനും. പിന്നെ 2 മീനുണ്ടല്ലോ. അത് തന്നെ കിളിമീനാണോ? 2 കിളിമീൻ ഒരുവിധം വലുപ്പമുള്ളതാ. 2 കിളിമീന്, 4 വലിയ. നോക്കട്ടെ വെയിറ്റ് പോട്ടെ. ഒരു 5 കിലോ ഉണ്ടാവോ? ആ അതെ അതെ. തിരണ്ടിയല്ല, കണവ. സോറി, തിരണ്ടിയല്ല, കണവ. എല്ലാവരും കൂടി കുഴപ്പമില്ല, റീസണബിൾ റേറ്റ്. നിശാന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആരെങ്കിലും ബാർഗൻ ചെയ്യുമ്പോൾ സൈഡിൽ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കും. അവരൊരു വില പറഞ്ഞ് ഏകദേശം നമുക്ക് അടുത്തെത്തുന്ന വില എത്തുമ്പോ പിന്നെ ആ വിലയൊക്കെ പിടിക്കാം. ഇതൊന്ന് ആംഗ്രി ബേർഡ് പോലെ ഇരിക്കണ്ടല്ലോ.
ആംഗ്രി ബേർഡാണോ മോളെ? കോളി ആംഗ്രി ബേർഡ് ആണെന്ന് നോക്കിയടാ, എന്റെ ഫേസ് നോക്കിയേ. അവിടെ ഞണ്ടിന്റെ വില നോക്കാൻ പോയി. എനിക്ക് എന്തായാലും ഞണ്ട് അലർജിയാ, അപ്പൊ ഞാൻ കഴിക്കില്ല. ഇവിടെ ബീച്ച് വരുമ്പോ കവറൊക്കെ ആയിട്ട് വരുന്നേ, ചെറിയ ചെറിയ കവർ ഇവര് തരും. എന്നാലും നമുക്ക് കൊണ്ടുപോകാൻ സൗകര്യത്തിന് വേണ്ടി ബിഗ് ഷോപ്പറോ ഇതുപോലെ എന്തെങ്കിലും ബക്കറ്റൊക്കെ ആയിട്ട് വന്നാൽ നല്ലതാ. ഇത് ഇപ്പൊ ഞങ്ങൾ പറക്കിട്ടോണ്ടിരിക്കുന്നത് 100 രൂപയ്ക്ക് കിട്ടിയ ഞണ്ടാണ്. ഞണ്ട് ഞങ്ങള് മേടിച്ചില്ല കേട്ടോ. മിന്നുന്റെ ഷൂവിലുള്ളത് പിച്ചി പിച്ചിയാണോ ക്രാബാണോ? മിന്നുന്റെ ഷൂവിലും ഞണ്ട്, കയ്യിലും ഞണ്ട്. ഇത് എന്ത് മീനാ? ഇത് കടലാണോ? കടൽമീനാണോ? ഇത് കടമീനെ പോലെ ഇങ്ങനെ കുറെ ചിറകൊക്കെ മീനിനെ പോലെ. ഇയാൾ വെറുതെ ചാടി കിടന്ന മീൻ പറഞ്ഞുകൊണ്ടാണ്. അയ്യോ ഇത് മൂഴി പോലെ ഇരിക്കണ കേട്ടാ. എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് ഷേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കളർഫുൾ ഫിഷസ് ഒക്കെ ഉണ്ട് ഇവിടെ. ജീവനുള്ള മീനാണ്, ഉയിരിക്കുന്നതാണ് കാശുന്ന. മീനൊക്കെ കിടന്ന് പെടക്കണാക്കി കളർഫുൾ ആയിരിക്കും. ഇത് എന്നെ இந்த ரெட் கலர் அந்த மீன் பேரு ஓ சங்கரியா? அது இந்த மாதிரி கலர் ഓ ഒത്തിരി. ശങ്കരാന്ന് വെച്ചാല് കിളിമീൻ അല്ലേ ഏട്ടാ? കിളിമീനാന്ന് കേട്ടോ പറയുന്നത്. കിളിമീൻ പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞവര്. കാണിച്ച് കുറച്ച് വേണോ? എത്രക്ക്? പോതും പോതും പോതും. കണ്ടോ കിളിമീനാണ്, പല പല കളറിലുള്ള കിളിമീന്. ചേട്ടാ ഞങ്ങൾക്ക് ഈ അവസാനം 400 പറഞ്ഞ് 200 ഞങ്ങൾക്ക് തരുന്നു. അതില് പോണ്ട. അങ്ങനെ ഞങ്ങള് 200 രൂപയ്ക്ക് ഇത്രയും മീന്. ടേസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങക്ക് ടേസ്റ്റ് അറിയാൻ വേറൊരു ടൈപ്പ് മീനോടെ ഇട്ട് തന്നിട്ടുണ്ട്. ഞങ്ങള് മീൻ മേടിച്ചിട്ട് കാശ് കൊടുക്കാതെ തോന്നുന്നു. അവര് തിരിച്ചു വിളിച്ചോണ്ടിരിക്കുക. ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോന്നേ. കാശ് കൊടുത്ത ഒരു വള്ളം വലിച്ചു കയറ്റത്തിന് 75 രൂപയാണ് പോലും ഇവര് കൊടുക്കുന്നത്. ട്രാക്ടറിന് കൊടുക്കുന്നത്. ഞങ്ങള് കുറച്ച് പ്രോൺ മേടിച്ചാലോന്ന് ആലോചിക്കുക. ഞങ്ങളിപ്പോ 200 രൂപയ്ക്ക് പഞ്ച് മേടിക്കാനേ കുറച്ചുകൂടി ഇടാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് അയാള് വീണ്ടും ഞങ്ങക്ക് കുറച്ചുകൂടി ഇട്ട് തന്നിട്ടോ. വീണ്ടും ഇടിക്കുക. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടി, സന്തോഷമായി. ഇനി മീൻ മേടിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ നിശാന്തിനെ മാത്രം വിളിക്കുന്നതായിരിക്കും. എന്ത് മീനാ? അയിലയാണ്. ഓരോ വെള്ളത്തിൽ ഓരോ ടൈപ്പ് മീനെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ ഓരോ സീസണിൽ ഓരോ മീനായിരിക്കും എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞങ്ങൾക്ക് വാളമീനായിരുന്നു അധികം കിട്ടിയത്. വേണ്ട വേണ്ട, നമ്മൾ അത്യാവശ്യം മീനൊക്കെ മേടിച്ചു. അങ്ങേയറ്റം വരെ ഉണ്ടോ. ഞങ്ങള് പറ്റാവുന്നത്രയും ദൂരം പോയിട്ട് വന്നു. അപ്പൊ ഇനി ആവശ്യത്തിനുള്ള മീനായി. ഇനി ഞങ്ങളുടെ ചെറിയ ഫ്രിഡ്ജ്, അതിനകത്ത് ഇതിനേക്കാളും കൂടുതൽ കൊള്ളില്ല. അപ്പൊ ചെന്ന് ക്ലീൻ ചെയ്ത് സിപ്പ് ലോക്കറിലാക്കി എടുത്ത് വെക്കുകയാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത്. ഇത് ബീച്ചിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് വീട്ടിൽ നിന്ന്. അപ്പൊ എപ്പോഴും വന്ന് മീൻ മേടിക്കാൻ ഇങ്ങോട്ട് വരാൻ ഒരു 20 കിലോമീറ്ററോളം ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ടോൾ ഒരു 58 രൂപയുടെ ടോളുണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വരുന്നതെന്നാന്ന് വെച്ചാൽ പിടയ്ക്കുന്ന മീൻ കിട്ടില്ല, മറ്റേ അമോണിയ ഒന്നും ഇടാത്ത, അതുകൊണ്ട് വരുന്നതാണ്. അവിടെ ഞണ്ട് വെക്കുന്നുണ്ടോ? പാലൂത്തി വളർത്തുന്ന ഞണ്ടെന്ന്. ആ ബീച്ചിന്റെ കാഴ്ചകളാണ്. അപ്പൊ ഞങ്ങള് മീൻ നന്നാക്കാൻ കൊടുക്കാൻ വന്നതാണ്. ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ മീൻ നന്നാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് മീൻ മേടിച്ചില്ല, വലിയ മീൻ മേടിച്ചില്ലേ, വവ്വാല. അവര് പറഞ്ഞു കത്തിയും കൊണ്ട് നന്നാക്കുന്നവരുടെ അടുത്ത് നന്നാക്കുക, എന്നാലും നല്ല പീസായിട്ട് കിട്ടത്തുള്ളൂ എന്ന്. അപ്പൊ ഞങ്ങള് മറ്റവരെല്ലാം അരുവാൾമാനം വെച്ച് നന്നാക്കുന്നത്. അപ്പൊ ഞങ്ങളിവിടെ മീൻ കൊടുക്കാൻ വന്നിരിക്കുക, കത്തിയും കൊണ്ട് നന്നാക്കുന്നവരുടെ അടുത്ത്. ഇത് പാര മീൻ എന്നാന്ന് പറഞ്ഞത് വേറെ ആരോ മേടിച്ചതാണേ. 850, 850. 4 മീൻ 850. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞാൽ ഊരയോ? ഓരാന്ന് പറഞ്ഞ മീനാന്ന് പറഞ്ഞാൽ ഒറ്റമുള്ളാന്ന് പറഞ്ഞല്ലേ.
ഇന്ന് മിക്ക വള്ളത്തിൽ ഈ മീനായിരുന്നേ. ഞങ്ങൾ ഈ മീൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് വഞ്ചർ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ നെയ്മീനല്ലേ? നെയ്മീനാട്ടോ. നമ്മുടെ നാട്ടിലെ നെയ്മീന്റെ കുറച്ച് ചെറുത്. നമ്മളവിടെ വലുതല്ലേ കാണാറ്. ആരാ അതേ പേര് തന്നെയല്ലേ നാട്ടില്? ആ പാര ഒരു 3 വലിയ പാര കൊച്ച് 500 രൂപയ്ക്ക് വാങ്ങിയതാന്ന് പറഞ്ഞേ. ഈ നിൽക്കുന്ന പിള്ളേര് മേടിച്ച മീനാണ്. എത്ര ഉണ്ടാവും? ഏകദേശം എത്ര കിലോ ഉണ്ടാവും? 3.5 കിലോ ഉണ്ടെന്നാ പറയുന്നേ. 2000 രൂപയ്ക്ക് വാങ്ങിയത്. ഇവിടെയൊക്കെ നെയ്മീൻ ഇച്ചിരി വില കൂടുതലാണ് പൊതുവെ ചെന്നൈയിൽ ഞാൻ കണ്ടെടുത്തോളം. കാണാൻ നല്ല ഗ്ലാമറൊക്കെ ഉണ്ട്. അറിയില്ല. എന്തായാലും മേടിച്ചു. ഓരോ തവണ ഇങ്ങനെ ഏതെങ്കിലും വെറൈറ്റി സാധനം മേടിക്കും, ട്രൈ ചെയ്യും. ഞങ്ങളുടെ മീൻ നന്നാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുള്ളി. പക്ഷേ ഭയങ്കര റേറ്റാ പറഞ്ഞത്. 150 രൂപ പുള്ളി പറയുന്നത്. അത് വെട്ടി തുടങ്ങിയ ശേഷമാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റിയില്ല. നമ്മൾ മേടിച്ച കാശ് വില പേശി മേടിച്ചത് അതിൽ പോയി. സാരമില്ല, നെക്സ്റ്റ് ടൈം ആയിട്ട് നന്നാക്കാം. തോല് കളയണ്ട. ഒരു ബക്കറ്റ് നിറയെ, ഒരു കവർ നിറയെ മീന്. ബക്കറ്റ് നിറയൊന്നുമില്ല. ബക്കറ്റിൽ കണവയും പിന്നെന്താ അതിനകത്ത് കണവയും ഇതും കിളിമീനും. അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്. നല്ല വെയിലായി തുടങ്ങി. അപ്പൊ ഇനി വീട്ടിലേക്ക് പോയി ഇപ്പൊ കട്ട് ചെയ്ത് കിട്ടിയ മീന് വാങ്ങിച്ച സാധനം ബക്കറ്റിൽ കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയി കണവ നന്നാക്കുന്നതാണ് അടുത്ത പരിപാടി. ഞങ്ങളിതാ മീനുമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ മേടിച്ച് എല്ലാം ഒന്ന് വെയിറ്റ് ഒക്കെ നോക്കി. കൂന്തല് 2.5 കിലോ ഉണ്ടായിരുന്നു. ഇതിന് അവർ 600 രൂപ പറഞ്ഞു. 450 രൂപയ്ക്ക് അതിൽ കുറയ്ക്കാൻ നോക്കി. 400 മേടിക്കാൻ നോക്കി. 400 മേടിച്ചിട്ട് വന്ന് അത്യാവശ്യം വലുതാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഈ ടാറ് പോലെ മഷിയുണ്ട്, അതിന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ നമ്മള് പ്രോൺ മേടിച്ചു. പിന്നെ പ്രോൺ നോക്കിയപ്പോ അത് ഒരു 3/4 കിലോ ഉണ്ടായിരുന്നു. അത് നമ്മൾ 200 രൂപ കൊടുത്തു. പിന്നെ ശങ്കരയും പിന്നെ എന്തൊക്കെയോ ടൈപ്പ് മീനുകളുടെ ചുവന്ന കളർ പല ടൈപ്പ് മീൻ. പുള്ളി പറഞ്ഞ പലതരം ശങ്കരയാന്ന് പറഞ്ഞ. കണ്ടിട്ട് അങ്ങനെ തോന്നണമെന്നില്ല. മലയാളത്തിൽ നമ്മൾ കിളിമീൻ എന്ന് പറയുന്നത് മീൻ. അപ്പൊ അതൊരു 2 കിലോ ഉണ്ടായിരുന്നു. അതിന് 200 രൂപ കൊടുത്തേ. അപ്പൊ ഞാനും നിഷാന്തും കൂടെ ഷെയർ ഇട്ട് മേടിച്ച മീനാണ് ഇത്. മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ 4 മീൻ ഉണ്ടായിരുന്നില്ലേ? വലിയ 4 മീൻ. ആ മീനാണ് കേട്ടോ. അതാണിത്. ഇതിന് മൊത്തം എന്റെ ഷെയർ 425 രൂപ. ഇത് മൊത്തം 4 കിലോ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ ഞാൻ വന്ന് എന്റെ ഷെയർ മുറിച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം നോക്കുമ്പോൾ ഏകദേശം 1.25 കിലോ. അപ്പൊ 2 കിലോ വെച്ച് ഉണ്ടായിക്കണം. 4 കിലോ മീൻ ഉണ്ടായിക്കണം അത്. പിന്നെ മൊത്തം എല്ലാം കൂടെ 1275 രൂപയായത്. ശരിക്കും ഉണ്ടല്ലോ. ശരിക്കും ഞങ്ങൾക്ക് 1 മാസത്തേക്കുള്ള മീനുണ്ട്. ഇത്രയും മീനുണ്ട് ഞങ്ങൾ ഒരാഴ്ചയും കൊണ്ട് തിന്നാൻ. അയ്യേ കണക്കില്ല. വലിയൊരു പണി കിടക്കുന്നുണ്ട്. കണവ നന്നാക്കണം. അപ്പൊ അതിന്റെ പുറകിലേക്ക് പ്രവർത്തിക്കാൻ പോകുന്ന കറുത്ത കരങ്ങൾ ഇതാണ്. ഞാൻ എന്തല്ല പരിസരത്തേക്ക് പോലെ എനിക്ക് സാധനം കണ്ടിട്ട് തന്നെ എന്തോ പോയാ. പക്ഷെ കഴിക്കൂട്ടെ ഞാന്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ കണവ ഭീകരണമായിട്ട് ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഏട്ടന്റെ സ്പെഷ്യൽ ഡിഷ് ആയിരിക്കും. ഞാൻ ആ പരിപാടിക്ക് പോകുന്നതല്ല. നിങ്ങൾക്ക് ചെന്നൈയിലെ കോവളം ബീച്ചും ഇവിടുത്തെ നല്ല പെട്ടയ്ക്കുന്ന മീനും പിന്നെ ഞങ്ങൾ വില പേശുന്നതും ഫിഷ് വാങ്ങുന്നതും ക്ലീൻ ചെയ്യുന്നതും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ അടുത്ത വ്ലോഗിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ വീണ്ടും കാണുവരേക്കും ബൈ. ഏട്ടൻ ഫിഷ് നന്നാക്കാൻ പോകുന്നു, കൂന്തൽ. അപ്പൊ അടുത്ത വ്ലോഗ് ഞങ്ങളുടെ കൂന്തൽ സ്പെഷ്യൽ ഡിഷ് ആയിരിക്കും.